ശബരിമലയിലെ തീവെപ്പിൽ ഒരുപാട് നിഗൂഢതകളുണ്ട്. 1950-ലാണ് തീവെപ്പ് നടന്നത്. തീ വയ്ക്കുന്നതിന് മുമ്പേ അവിടെ ഒരു കോടാലി സ്വാമി എന്ന് പറഞ്ഞൊരു ജോസഫ് എന്ന് പറയുന്ന ഒരാൾ അവിടെ താമസിച്ചിരുന്നു അമ്പലത്തിൽ. അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന പിച്ചള കോടാലി കൊണ്ടുപോയി ഗേറ്റിൽ വെട്ടി, ശബരിമല ക്ഷേത്രത്തിൽ വെട്ടി വിഗ്രഹം അടിച്ചു പൊട്ടിച്ചു, തീയിട്ടു എന്നാണ് ഒരു സ്ട്രീം. മിന്നൽ പരമശിവൻ എന്ന് പറയുന്ന ആളാണ് SI ആണ് പോയി അന്വേഷിച്ചത്. ജോസഫ് ഈ സംഭവം നടന്നതിന് ശേഷം കോടാലി ജോസഫ് പിറ്റേ ദിവസം എവിടെ പോയി? പോണ്ടിച്ചേരിക്ക് പോയി. പിന്നെ മരിച്ചോ ഇല്ലേ എന്നൊന്നും അറിയത്തില്ല. അബ്സ്കോണ്ടിങ് ആണ്. ഏത് ക്രിസ്ത്യാനിക്കാരും പിന്നാൾ കുടുംബമോ ഏത് 6 കുടുംബമോ 8 കുടുംബം ആരവിടെ പോയി വായാട്ടിന് കത്തിച്ചെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം എന്ന് ക്രിസ്ത്യാനികൾ നിലപാടെടുത്തു. ശബരിമലയിൽ തീ വെച്ചത് ആരെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കും. അങ്ങനെ ഹിന്ദു സമൂഹത്തിന് കൊടുത്ത വാക്കിൻ്റെ പുറത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടുള്ളത്. നമസ്കാരം. 1950 ശബരിമലയിൽ ഉണ്ടായ തീവെപ്പ് ആരാണ് നടത്തിയത്? എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീവെപ്പ് ഉണ്ടായത്? ആർക്കു വേണ്ടിയാണ്? നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. അന്ന് സംസ്ഥാന സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു എങ്കിലും എന്തിനാണ് ഈ ഒരു തീവെപ്പ് നടത്തിയത്, ആർക്കു വേണ്ടിയാണ് നടത്തിയത് എന്നൊന്നും തന്നെ ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ കൃത്യമായ അന്വേഷണം ഇനിയെങ്കിലും നടത്തേണ്ടേ? നിരവധി ചോദ്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉയർന്നു വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടിനോട് പ്രതികരിക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ സ്പിരിച്വൽ തോട്ട്സിൻ്റെ ചെയർമാനും സാമൂഹിക നിരീക്ഷകനും അതുകൂടാതെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ദീർഘനാളായി ഗവേഷണം നടത്തുന്ന ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് മറുനാടിനോട് പ്രതികരിക്കുകയാണ്. ശബരിമലയെക്കുറിച്ചും ശബരിമലയിൽ 1950 ഉണ്ടായ തീവെപ്പിനെക്കുറിച്ചും ആധികാരികമായി താങ്കൾ പഠിക്കുന്നുണ്ടല്ലോ. സത്യത്തിൽ എങ്ങനെയാണ് ഈ തീവെപ്പ് ഉണ്ടായത്? അന്നൊരു കമ്മീഷനെ സർക്കാർ നിയോഗിച്ചുവെങ്കിലും പൂർണ്ണമായിട്ടുള്ള അത് ആരാണ് ഈ ഒരു തീവെപ്പിന് കാരണമായത് എന്നുള്ളതൊന്നും തന്നെ ആ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്ന വളരെ പ്രമുഖനായിട്ടുള്ള ചരിത്രകാരനും അധ്യാപകനൊക്കെ ആയിട്ടുള്ള ഡോക്ടർ MG ശശിഭൂഷൺ സാർ ഇതിനകത്ത് ആധികാരികമായി മറുപടി പറയാൻ കഴിയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ സാറിനെയും ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സെക്കൻഡറി സോഴ്സാണ്, കാരണം പ്രായം കൊണ്ടും ഞാൻ ഇളയാളാണല്ലോ. പക്ഷേ ഞാൻ ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു, ഒരുപാട് പഴയ പുസ്തകങ്ങൾ കണ്ടിരുന്നു, രേഖകൾ കണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഇതെൻ്റെ ലാസ്റ്റ് വേർഡല്ല, ഇതെൻ്റെ ഡെസ്റ്റിനി അല്ല, ഇത് സംവാദത്തിന് വേണ്ടി പറയുന്നതുമല്ല, വിവാദമുണ്ടാക്കാനുമല്ല. 1000 വർഷം കഴിഞ്ഞാലും നടന്ന ഒരു സംഭവത്തിൻ്റെ നിഗൂഢത അറിയാൻ ഒരു അവകാശമുണ്ടല്ലോ മനുഷ്യർക്ക്. അന്ന് ചോദിക്കാത്തത് പിന്നെ ചോദിക്കാത്തതെന്ന് പറയുന്നതിനകത്തൊന്നും ന്യായമില്ല. അറിയാനൊരു അവകാശമുണ്ട്. അതുകൊണ്ടൊരു കൗതുകം, ഒരു റിസർച്ചറുടെ ഒരു കൗതുകം കൊണ്ട് ഞാൻ ഇതിനെ അന്വേഷിച്ച് പോയതാണ്. ഹരിവരാസനമാണ് ആദ്യം അന്വേഷിച്ചത്. അത് എഴുതിയതുമായി ബന്ധപ്പെടുത്തിയുള്ളൊരു വിവാദമുണ്ട്. ആ വിവാദത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ എത്തിയത്. അതിൻ്റെ പുസ്തകങ്ങൾ വായിച്ച കൂട്ടത്തിലാണ് ഇതിൽ എത്തുന്നത്. ഞാൻ ഈ ശശിഭൂഷൺ സാറുമായിട്ട് സംസാരിച്ചിരുന്നു. സാറിൻ്റെ നിന്ന് ഒരുപാട് വിവരങ്ങൾ എടുത്തിരുന്നു. സാറിനെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സാറിൻ്റെ പല കാര്യങ്ങളും ഞാനത് കോട്ട് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ഞാൻ പേരാദ്യമേ പറഞ്ഞത്. 1902-ലോ 3-ലോ ശബരിമലയിൽ തീ പിടിച്ചിട്ടുണ്ട്. ഈ 2-ലോ 3-ലോ എന്നൊക്കെ പറയുന്നത് അന്ന് 4-5 മാസത്തിൽ 4-5 ദിവസമേ തുറക്കാറുള്ളൂ. അതും എല്ലാ മാസവും ചിലപ്പോൾ തുറക്കണമെന്നില്ല. പിന്നെ 10-50 പേരെ അവിടെ പോകാറുള്ളൂ. അങ്ങനെ ഒരുപാട് പേര് പോകാറില്ല. മലയരയന്മാരിൽ പലരുമാണ് അവിടെ വന്ന് സഹായിക്കുന്നത്. അവർ പൂജയൊന്നും ചെയ്തിട്ടില്ല അവിടെ എന്നാണ് ചരിത്രത്തിൽ രേഖ. അവർ പക്ഷേ സഹായിക്കാറുണ്ട്. പിന്നെ മലയരയന്മാരിലെ മലയരയ മൂപ്പന് എരുമേലിൽ വെച്ച് കാണിക്ക കൊടുത്ത് മൂപ്പന്മാരാണ് ആരെ കൊണ്ടുപോകുന്നത്? ഈ പോറ്റിയൊക്കെ അവിടെ കൊണ്ടുപോകണം. 1950 അവിടെ പൂജ, അതായത് 2ാമത്തെ തീപിടുത്തം, നമ്മളെ ഈ വിവാദ തീപിടുത്തത്തിൻ്റെ അതിനുശേഷം പോറ്റിയായ ഈശ്വരൻ പോറ്റിയുടെ ശബ്ദ സന്ദേശം, അദ്ദേഹം മരിച്ചുപോയ 104 വയസ്സിലാണ്. വലിയടത്ത് ഇല്ലം എന്ന് പറയുന്ന മാവേലിക്കരയിൽ ഇല്ലമാണ്. ആ ഇല്ലത്തിലൊക്കെ ഞാൻ പോയി വിവരങ്ങളൊക്കെ എടുത്തിരുന്നു. ആ ഈശ്വരൻ പോറ്റിയുടെ ശബ്ദം, അതായത് ഈശ്വരൻ പോറ്റി 50 വയസ്സിൽ പോറ്റിയായ ശബരിമല പോറ്റിയായ കഥകൾ 80-90 വയസ്സിൽ മക്കളോട് പറയുന്ന വോയിസാണ്. 10-17 വോയിസാണ്. അത് ഞാൻ എടുക്കുകയും യൂട്യൂബ് ചാനലുകളൊക്കെ വഴി പുറത്ത് വിടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ദീർഘമായ വോയിസാണ്. ശബരിമല കഥകൾ പറയുന്നതാണ്. അതിനകത്ത് ഇതുമൊക്കെ പറയുന്നുണ്ട്. 1902-3-2-ലോ 3-ലോ അതേ ആ സമയത്ത് നടന്ന തീവെപ്പെന്ന് പറയുന്നത് തീവെപ്പല്ല, അവിടുത്തെ ഈ വിളക്കിൽ നിന്ന് തീ കത്തിയതാണ്. ഒരു അശ്രദ്ധ കൊണ്ട് കത്തിയതാണ്. അപ്പോൾ തന്നെ എംബ്രാന്തിരിമാരാണ്, നമ്പൂതിരിമാരും എംബ്രാന്തിരിമാരുമാണ് ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന, അകത്ത് കയറി. ആയിരിക്കും ബ്രാഹ്മൺസ് അയ്യർമാരും ഒക്കെ സഹായത്തിലുണ്ടാവും.
അപ്പോൾ വെളിച്ചപ്പാടുമുണ്ട് അവിടെ, അപ്പു അയ്യർ എന്ന് പറഞ്ഞാൽ വെളിച്ചപ്പാടുമുണ്ട്. അപ്പോൾ അകത്ത് കയറി ഈ വിഗ്രഹം, അന്നത്തെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഇന്ന് അയ്യപ്പൻ്റെ വിഗ്രഹം ഇപ്പം യവന്മാർ വിചാരിച്ചാൽ എടുക്കാൻ ഒക്കില്ല ചേട്ടന്മാർ, കാരണം അത് ഷടാധാര ക്രിയ അനുസരിച്ച് ചെയ്തിരിക്കുന്നതാണ്. താഴോട്ട് പിന്നെ 6 അടി താഴോട്ട് കുഴിച്ച് അവിടെ നിന്ന് സിമെൻറ്റൊക്കെ ഇട്ട് അവിടെ ഒരുപാട് പൂജാദ്രവ്യങ്ങളൊക്കെ ഇട്ട് വേറെ തരത്തിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്, അടിസ്ഥാനമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കയറി അയ്യപ്പനെ അടിച്ചുകൊണ്ട് പോകില്ല. അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് പോറ്റിമാർക്ക് അന്ന് തോന്നിയ ഒരു ബുദ്ധിയായിരിക്കും തിരുവിതാംകൂർ കൊട്ടാരത്തിന്. അന്ന സമയം പീഠത്തിൽ വെച്ചിരിക്കുകയായിരുന്നു. അതും പഞ്ചലോഹ വിഗ്രഹം തന്നെയായിരുന്നു. അപ്പം അന്ന് പിന്നെ ഈ ആദ്യത്തെ വിഗ്രഹം അമ്പടത്തെ എമ്പ്രാന്തിരി എടുത്ത് ബാക്കിയെല്ലാം ഓടിക്കളഞ്ഞു, തീ പിടിച്ചപ്പോൾ വലിയ തീയായിരുന്നു. അപ്പോൾ എമ്പ്രാന്തിരി അതെടുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടുത്തെ ഭസ്മക്കുളമുണ്ട്, അവിടെ ഭസ്മക്കുളത്തിൽ ചാടിയെന്നും 1 ദിവസത്തോളം ഭസ്മക്കുളത്തിൽ കിടന്നെന്നും പിറ്റേ ദിവസം ആളുകൾ ഓടിയവർ വന്ന് നോക്കിയപ്പോൾ ജീവനോടെ ഈ എമ്പ്രാന്തിരി ഉണ്ടെന്നും വിഗ്രഹം എടുത്ത് തിരിച്ചു വെച്ചെന്നും അവിടെ പൂജ നടന്നു എന്നൊക്കെയുള്ള ഒരു സ്ട്രീം കിടപ്പുണ്ട്. അത് തീ വച്ചതല്ല, തീ പിടിച്ചതാണ്. 1950 തീ വയ്പ്പ് നടന്നത്. 1950 തീവെപ്പ് നടക്കുമ്പോൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, സാമൂഹ്യ സാഹചര്യം കൂടി ചർച്ച ചെയ്തുകൊണ്ട് വേണം ഇതെങ്ങനെ പോയി എന്ന് പറയാനുള്ളത്. 49-50 കാലഘട്ടത്തിൽ മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റിയുടെ വലിയ നേതാവാണ്. ആർ ശങ്കർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് വലിയ SNDPക്കാരാണ്. ഇവർ രണ്ടുപേരും കൂടി കൊല്ലത്ത് ഹിന്ദു മണ്ഡലം എന്ന് പറയുന്ന വലിയൊരു സമ്മേളനം നടത്തി. ഈ നായാടി മുതൽ നമ്പൂരി വരെ എന്നുള്ള വെള്ളാപ്പള്ളിയുടെ ഇടയ്ക്ക് ഒരു പ്രയോഗമുണ്ടല്ലോ, അതുപോലെ ഹിന്ദു സമ്മേളനം നടത്തി. ഹിന്ദു സമ്മേളനം നടത്തിയപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ അതിനെ ഇന്നിപ്പോൾ അത് പറയുമ്പോൾ സുൽത്താനാണ്, ബീവിയാണ്, ഇന്ത്യപ്പൂപ്പയ്ക്ക് ആന ഉണ്ടായിരുന്നു, അതുകൊണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന് ആരും ഒന്നും പറയാൻ പറ്റില്ല, അവസാനം അത് വർഗീയതയാവും, വേറെ സ്ഥലത്തിലേക്കൊക്കെ പോകും. എന്നാലും പറയുകയാണ് അന്ന് മന്ന ശങ്ക എന്ന് കളിയാക്കിക്കൊണ്ട്, മന്നത്ത് പത്മനാഭനെ മന്ന എന്നും ശങ്കറിനെ ആർ ശങ്കറിനെ ശങ്ക എന്ന് പറഞ്ഞ് മന്ന ശങ്ക എന്ന് പറഞ്ഞ് ലേഖനവും തന്നെ എഴുതി, അതിനെ കളിയാക്കിക്കൊണ്ട് എഴുതി. പക്ഷേ നിർഭാഗ്യവശാൽ ഹിന്ദുമണ്ഡല യോഗം കഴിഞ്ഞതല്ലാതെ അതിലങ്ങോട്ട് അവർ മുന്നോട്ട് പോയില്ല. ഈ മന്നത്ത് പത്മനാഭൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു, ആർ ശങ്കർ ദേവസ്വം ബോർഡ് മെമ്പറുമായിരുന്നു. അത് വേറൊരു സ്ട്രീമാണ്. അപ്പോൾ ആ സമയത്താണ് തീവെപ്പ് നടക്കുന്നത്. ആ സമയത്ത് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ 6 കുടുംബങ്ങൾ, കരിമ്പിനാൽ തൊട്ട് 6 കുടുംബങ്ങളുടെ പേരിപ്പോൾ എനിക്ക് ഓർമ്മയില്ല, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 കുടുംബങ്ങളാണ്, പുത്തൻ പണക്കാരാണ്, നല്ല കാശൊക്കെ ഉണ്ടാക്കിയവരാണ്. ഇവർക്ക്, ഈ കുടുംബങ്ങളിൽപ്പെട്ടവർക്കും ക്രിസ്തീയമായ മറ്റു കുടുംബങ്ങളിൽപ്പെട്ടവർക്കും ശബരിമലയിൽ ശബരിമലയിലല്ല അതിൻ്റെ അപ്പുറത്തേക്ക് പ്ലാന്റേഷനുണ്ട്. ഈ പ്ലാന്റേഷൻ കൊടുത്തത് മൺട്രോ സാഹിബാണ്. മൺട്രോ സാഹിബ് മദ്യം ഉപയോഗിക്കുന്ന ആളാണ്, സ്ത്രീകളോട് താല്പര്യമുള്ള ആളാണ്, വിമണൈസറാണ്. അതുകൊണ്ട് മൺട്രോ സാഹിബിനെ നന്നായിട്ട് സ്വാധീനിക്കാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് മാത്രമല്ല, പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. രാജ്ഞിയാണെന്ന്, രാജാവല്ല. അപ്പോൾ രാജ്ഞിയുടെ കാലത്ത് രാജ്ഞിയെ ഭീഷണിപ്പെടുത്തിയും പറഞ്ഞും, അദ്ദേഹം ദിവാനാണ് മൺട്രോ സാഹിബ്, കേണൽ മൺട്രോ പറഞ്ഞിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ദേവസ്വം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കി. മനസ്സിൽ നല്ല കഥ ഇതൊക്കെ പഠിച്ച ദേവസ്വം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കി. ദേവസ്വം ക്ഷേത്രങ്ങളെല്ലാം എവിടെ ഏറ്റെടുത്തു? ഈ തിരുവിതാംകൂർ കൊട്ടാരം ഏറ്റെടുത്തു. അങ്ങനെ 25-30 ക്ഷേത്രം പന്തളം കൊട്ടാരത്തിനുണ്ടായിരുന്നു. അതിലൊരു ക്ഷേത്രമായിരുന്നു ശബരിമല ക്ഷേത്രം. അതും എന്ത് ചെയ്തു? ഏറ്റെടുത്തപ്പോൾ അൺഇൻകോർപ്പറേറ്റഡ് എന്ന് പറയുന്ന ക്ഷേത്രങ്ങളുമുണ്ട്, ഇൻകോർപ്പറേറ്റഡും ഉണ്ട്. ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്, അൺഇൻകോർപ്പറേറ്റഡ് ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ നിയമപരമായി ഉൾപ്പെടുത്താത്തതെന്ന് പറഞ്ഞുള്ള ഒരു ക്ലോസാണ്. ആ അൺഇൻകോർപ്പറേറ്റഡ് ക്ഷേത്രങ്ങളിൽ ആർക്ക് അവകാശമില്ല? തിരുവിതാംകൂർ രാജാവിന് അവകാശമില്ല. പക്ഷേ എങ്കിലും ഏറ്റെടുത്തു, ട്രസ്റ്റി പോലെ ഏറ്റെടുത്തു. അതിനൊരു കാരണമുണ്ട്. പന്തളം ദേശവഴിയാണ്, രാജകുടുംബമല്ല. ഈ തിരുവിതാംകൂർ രാജകുടുംബം എന്ന് പറയുമ്പോൾ ദേശവഴിക്കാരാണ് അവർ. റാന്നി ദേശവഴിയുണ്ട്. റാന്നി ദേശവഴിക്കാരാണ്. പന്തളം ദേശവഴിക്കാർക്ക് കരം കൊടുക്കാൻ പൈസ ഇല്ലാതെ വന്നപ്പോഴും, കരം കൊടുക്കണമല്ലോ, കരമൊക്കെ അടയ്ക്കുന്ന പൈസ ഇല്ലാതെ വന്നപ്പോഴും, കപ്പം കൊടുക്കാൻ പൈസ ഇല്ലാതെ വന്നപ്പോഴും ബ്രിട്ടീഷുകാരൊക്കെ അത് പിരിക്കുന്നുണ്ട്. ടിപ്പു സുൽത്താൻ ആലുവ വരെ വരികയും ചെയ്തു. ഹൈദരലി, ടിപ്പു സുൽത്താൻ സംഘമൊക്കെ ആലുവ വരെ വന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂരപ്പനെ എടുത്തുകൊണ്ട് പോയിട്ടുമുണ്ട്. ഇവർ ആക്രമിക്കുമെന്ന് പേടിച്ച്. 100 കണക്കിന് ക്ഷേത്രങ്ങളാണ് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ആക്രമിക്കപ്പെട്ടിട്ടുള്ള, ഹൈദരലിയുടെയൊക്കെ കാലത്ത്. അതിൽ വിവാദമുണ്ട്, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ആ സമയത്താണ് ഇതിൽ ഭയന്ന് കൂടെ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ശബരിമലയുടെ ആർക്ക് കൊടുക്കുന്നത്? ദേവസ്വം ബോർഡിന് ഏറ്റെടുക്കുകയും ദേവസ്വം ബോർഡ് കൊണ്ടുപോവുകയും ചെയ്തത്. ഈ സമയത്ത് അന്ന് മറ്റൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഹിന്ദുക്കളിലൊരു ഐക്യം വരുന്നു, ഒരു രാഷ്ട്രീയ സാഹചര്യം. ധാരാളം ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളാകുന്നു, പരിവർത്തന ക്രിസ്ത്യാനികളാകുന്നു. അവർക്ക് പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ ആനുകൂല്യം കിട്ടുന്നില്ല.
നല്ല രസമാണ് ഈ കഥ പഠിച്ചത്. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ ആനുകൂല്യം കിട്ടാത്തതുകൊണ്ട് പോയ ക്രിസ്ത്യാനികളൊക്കെ ആയവരൊക്കെ തിരിച്ചു വരുന്നു. അപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു, ആകെ കൺഫ്യൂഷനാണ്. ഇതിൽ കുറച്ച് സഭകൾ, എല്ലാവരും ഇല്ല കേട്ടോ, ഞാൻ അവസാനം അത് പറയാം, കുറച്ച് ക്രിസ്ത്യാനികൾക്ക് പ്രശ്നമുണ്ടായിരുന്നു. അവരും ഈ 6 കുടുംബങ്ങളുടെ മോട്ടിവേറ്റ് ചെയ്തതിലുണ്ട്. അപ്പോൾ ശബരിമലയിൽ ക്ഷേത്രമുണ്ട്, അപ്പോൾ 6 കുടുംബങ്ങളുടെ മോട്ടിവേഷനുണ്ട്. അവർ നായാട്ടിന് പോകുന്നവരാണ് ഈ 6 കുടുംബക്കാരും, ഇടയ്ക്കിടയ്ക്ക് ആണുങ്ങൾ. അവിടെ പ്ലാന്റേഷനുണ്ട്, അവിടെ ഒരു പൈലി വർക്കി എന്നൊക്കെ പറയുന്ന പ്ലാന്റേഷൻ നോക്കുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു സാഹചര്യത്തിലാണ് അമ്പലം തീ വയ്ക്കുന്നത്. തീ വയ്ക്കുന്നതിന് മുമ്പേ അവിടെ ഒരു കോടാലി സ്വാമി എന്ന് പറഞ്ഞൊരു ജോസഫ് എന്ന് പറയുന്ന ഒരാൾ അവിടെ താമസിച്ചിരുന്നു അമ്പലത്തിൽ. അദ്ദേഹം അവിടെ ഒരു പൊത്ത്, വലിയ മരത്തിൻ്റെ പൊത്തിലാണ് താമസിക്കുന്നത്. അദ്ദേഹം സസ്യഫുക്കാണ്. പക്ഷേ ഒരു ദിവസം അദ്ദേഹത്തിന് വിശന്നപ്പോൾ അദ്ദേഹം മീൻ കഴിച്ചു. മീൻ പിടിച്ചു കഴിച്ചു എന്നും പറയുന്നു, ആരോ പിടിച്ചത്, അന്ന് കാട്ടിൽ ഇതൊക്കെ പരുന്നവരുണ്ടല്ലോ, അവരാരോ പിടിച്ചത് കഴിച്ചു എന്നും പറയുന്നു. രണ്ടായാലും മീൻ കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടായി, കഴിക്കാൻ പാടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ എല്ലാം ഉണ്ടായിരുന്ന പിച്ചള കോടാലി കൊണ്ടുപോയി 10-20 വെട്ട് എവിടെ വെട്ടി, ഈ ഗേറ്റിൽ വെട്ടി, ശബരിമല ക്ഷേത്രത്തിൽ വെട്ടി, വിഗ്രഹം അടിച്ചു പൊട്ടിച്ചു, തീയിട്ടു എന്നാണ് ഒരു സ്ട്രീം. പക്ഷേ അതോടൊപ്പം ചേർത്ത് പറയുന്നു, ഇദ്ദേഹം അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹം ബോധം കെട്ടുപോയി. കാരണം അവിടെ സ്ഥിരമായി താമസിക്കുന്ന ആളല്ലേ, അപ്പോൾ താൻ പൂജിക്കുന്ന ദൈവമല്ലേ, ബോധം കെട്ട് വീഴുകയും അവിടെ മറ്റ് ആളുകൾ വന്ന് തീ വയ്ക്കുകയും ചെയ്തു എന്നൊരു കഥയുണ്ട്. കഥയല്ല, ഒരു 12 മണിക്കൂറോളം തീ വച്ചിരുന്നു, തീ ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞാണ് ഇത് അറിയുന്നതേ 2 ദിവസം കഴിഞ്ഞാണ്. കുറേ ദിവസം മുമ്പാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കഥകളുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഈ 6 കുടുംബങ്ങളിൽ ഉള്ള ആളുകൾ, കരിമിനാൽ കുടുംബം അടക്കമുള്ള 6 കുടുംബങ്ങൾ, അവരുടെ ഈ 6 കുടുംബങ്ങളുടെ ആളുകൾ ചെയ്ത കൂട്ടത്തിൽ സ്ഥിരമായി നായാട്ടിന് പോകുന്നതിൽ അന്നത്തെ കോൺഗ്രസിൻ്റെ വലിയ നേതാവായിട്ടുള്ള TM വർഗീസ്, നിവർത്തന പ്രക്ഷോഭം, ഉത്തരവാദിത്ത പ്രക്ഷോഭമൊക്കെ നടത്തുള്ള TM വർഗീസ്, അന്ന് ഇന്നത്തെ കോൺഗ്രസ് അല്ല, അന്ന് തിരുവിതാംകൂർ കോൺഗ്രസ്സാണ്, കേരളത്തിലെ കോൺഗ്രസ് ആയില്ല. TM വർഗീസും പറവൂർ കൊച്ചുനാരായണ പിള്ളയും C കേശവനുമൊക്കെയാണ് അന്നത്തെ പനമ്പള്ളി ഗോവിന്ദമേനോൻ, പട്ടം താണുള്ള, ഇവരൊക്കെയാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി. പട്ടം താണുള്ള പ്രധാനമന്ത്രിയാണ്, നമ്മുടെ വിജയ് ആളിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അവരൊക്കെ ആയുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഈ TM വർഗീസിൻ്റെ മകൻ ഏതിലുണ്ട്, ജോൺ വർഗീസ് നായാട്ടിന് പോയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിലുണ്ട്. ആരുടെ റിപ്പോർട്ട്? തമിഴ്നാട് IG ആയിരുന്ന കേശവമേനോൻ ഒരു കമ്മിറ്റി വെച്ചു. കേരളത്തിലെ ചന്ദ്രശേഖരൻ നായർ, കേരള സർക്കാർ ഒരു കമ്മിറ്റി വെച്ചു. മിന്നൽ പരമശിവൻ എന്ന് പറയുന്ന ആളാണ്, SI ആണ് പോയി അന്വേഷിച്ചത്. മിന്നൽ പരമശിവൻ്റെ പ്രത്യേകത, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സൈക്കിളിൽ ഓടി അവിടെ എത്തും. സൈക്കിളേ ഉള്ളൂ അന്ന്, സ്കൂട്ടറൊന്നുമില്ല. സൈക്കിളിൽ പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ, അദ്ദേഹം അറിഞ്ഞ സെക്കൻഡുകൾക്കുള്ളിൽ എവിടെ എത്തും, സ്പോട്ടിലെത്തും. ഏത് കേസിന്? അതുകൊണ്ടാണ് മിന്നൽ പരമശിവൻ. മിന്നൽ പരമശിവനെയാണ് അവിടെ അന്വേഷിക്കാൻ അയച്ചത്. മിന്നൽ പരമശിവനും പുസ്തകം എഴുതിയിട്ടുണ്ട്, IG ചന്ദ്രശേഖരൻ നായർ പുസ്തകം എഴുതിയിട്ടുണ്ട്, കേശവമേനോനും പുസ്തകം എഴുതിയിട്ടുണ്ട്. 3 പേരും പുസ്തകം എഴുതിയിട്ടുണ്ട്. പുസ്തകം മീൻസ് റിപ്പോർട്ട് തരാൻ. മിന്നൽ പരമേശ്വരൻ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ആരെന്നറിയില്ല, ജോസഫിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ട് അറിയില്ല. പക്ഷേ ഈ ജോസഫ്, ഈ സംഭവം നടന്നതിന് ശേഷം കോടാലി ജോസഫ് പിറ്റേ ദിവസം എവിടെ പോയി? പോണ്ടിച്ചേരിക്ക് പോയി. പിന്നെ മരിച്ചോ ഇല്ലേ എന്നൊന്നും അറിയത്തില്ല, അബ്സ്കോണ്ടിങ് ആണ്. ഇതൊക്കെ അറിയണ്ടേ നമ്മൾ ചരിത്രം? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ജോൺ വർഗീസ് ഉള്ളത് കൊണ്ട്, ജോൺ വർഗീസ് TM വർഗീസിൻ്റെ മകനായതുകൊണ്ട് എന്ത് ഫയൽ ചെയ്തില്ല? കേസ് ഫയൽ ചെയ്തില്ല. അപ്പോൾ പിന്നെ C കേശവൻ മുഖ്യമന്ത്രിയാവുകയാണ്. അപ്പോൾ C കേശവൻ പറഞ്ഞു, അതേ യുക്തിവാദിയാണ്, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും എന്ത് നശിച്ചു? അന്ധവിശ്വാസം നശിച്ചു, അതുകൊണ്ട് ഇത് അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ജോൺ വർഗീസിനെ MG ശശിഭൂഷൺ സാറ് പോയി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് പിന്നീട്, വയസ്സായതിനു ശേഷം. അപ്പോൾ അദ്ദേഹം ആണയിട്ട് പറയുന്നു, ഞാൻ അതിനകത്തില്ല, പക്ഷേ ഞാൻ ഉള്ളത് കൊണ്ടാണ് കേസ് അന്ന് വേറെ രൂപത്തിലേക്ക് മാറിയത്, അല്ലെങ്കിൽ കേസ് കുറച്ചുകൂടി ബലക്കുമായിരുന്നു. പക്ഷേ എന്നെ കുടുക്കിയതാണ്. ആ ദിവസം ഞാൻ പോയിട്ടില്ല. ഏത് ദിവസം? ഈ പറഞ്ഞ പർട്ടിക്കുലർ ദിവസം ഞാൻ അവിടെ പോയിട്ടില്ല. അപ്പോൾ ഒരു ചിന്ത, ഒന്നുകിൽ പോയ ടീം കത്തിച്ചു, അല്ലെങ്കിൽ ടീം പരിചാരകരെ കൊണ്ടുപോകും, കുറേ പേരെ ഈ സഹായത്തിന് കൊണ്ടുപോകും നായാട്ടിന്, ഈ കത്തിക്കാൻ, ഈ മാംസമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ വേവിക്കാനും പിടിക്കാനും ഒക്കെ, വെടിവെച്ചിടുന്ന കാട്ടുപന്നിയെ ഒക്കെ. അപ്പോൾ അതിന് കുറച്ച് പേരെ കൊണ്ട് അവരാണോ കത്തിച്ചത് എന്നുള്ള ഒരു സംശയവും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒന്ന് ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സംഘർഷം നടക്കുന്ന സമയം, മൺട്രോ സാഹിബിൻ്റെയും കൂടെ സഹായത്താൽ കാട്, ആ പ്ലാന്റേഷൻ കൂടി കീഴടക്കണമെന്നുള്ള ഒരു 4-5 കുടുംബത്തിൻ്റെ ഒരു ആവശ്യം, ഇതെല്ലാം കൂടെ ചേർത്താണ് കത്തിക്കൽ വന്നത്. പക്ഷേ 50 കത്തിച്ചു, റിപ്പോർട്ട് ഇങ്ങനെ കമ്മിറ്റിക്കൊക്കെ വെച്ചു, റിപ്പോർട്ട് പുറത്തു പോയില്ല. വലിയ സംഘർഷമായി, ഹിന്ദുക്കൾ വലിയ സമരത്തിലേക്ക് പോയി.
ശബരിമല നമ്മൾ നാമജപ ഘോഷയാത്ര നടന്നല്ലോ, അതുപോലത്തെ സംഘർഷം വന്നില്ല. എന്നാലും ഹിന്ദുവിൻ്റെ മനസ്സിൽ എന്ത് തോന്നി, ഇതാരാണെന്ന് അറിയണം. അപ്പോഴാണ് എം എൻ ഗോവിന്ദൻ നായരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, പാർട്ടിയുടെ സെക്രട്ടറി. EMS മുഖ്യമന്ത്രിയായിട്ട് മത്സരിക്കുന്നു. അവർ അവരുടെ മാനിഫെസ്റ്റോയിൽ വച്ചിട്ടുണ്ട്, എനിക്ക് അതിൻ്റെ കോപ്പി കിട്ടിയിട്ടില്ല, ഞാൻ ആർക്കൈവിൽ തപ്പുന്നുണ്ട്, മാനിഫെസ്റ്റോയിൽ വച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എനിക്കത് കേട്ടറിവാണ്. എന്താ വച്ചിരുന്നത്, പിന്നെ ശബരിമലയിൽ തീ വെച്ചത് ആരെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കും. അങ്ങനെ ഹിന്ദു സമൂഹത്തിന് കൊടുത്ത വാക്കിൻ്റെ പുറത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇതിനൊരുപാട് രേഖകൾ പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ പഠിച്ച, ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കും പഠിച്ചത്, പുന്നപ്ര വയലാറിലെയും കരില്ലൂരിലെയും കരിവള്ളൂരിലെയും സമരവും കർഷകത്തൊഴിലാളി സമരവും ജന്മിത്വത്തിനെതിരെയുള്ള സമരവും എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ അതുണ്ട്. പക്ഷേ ഈ ഒരു സ്ട്രീമുണ്ട്, ഹിന്ദു സമൂഹത്തിന് കൊടുത്തൊരു വാക്കുണ്ട്. ഒന്നും സംഭവിച്ചില്ല. 57 ഒരു റിപ്പോർട്ട് വെച്ചു മേശപ്പുറത്ത്, ഒറ്റ കോപ്പി, ആർക്കും കൊടുത്തില്ല. അന്ന് കേരളഭൂഷണം, പിന്നെ പിന്നെ ദേശബന്ധു, പിന്നെ മലയാള മനോരമ, അങ്ങനെ 3-4 പത്രം കോട്ടയത്ത് നിന്ന് ഇറങ്ങും. അതിൽ ദേശബന്ധുവിൽ ഈ റിപ്പോർട്ട് വന്നു. എങ്ങനെ, ആരോ ചോർത്തി കൊടുത്ത് വന്നു. പക്ഷെ വന്നപ്പോൾ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് മറ്റ് പത്രങ്ങളിൽ വന്നു, അങ്ങനെയൊന്നുമല്ല, അതൊക്കെ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് വന്നു, അതങ്ങ് മുങ്ങി. 87 വീണ്ടും ഇത് ഒരു 4-5 കോപ്പി വീണ്ടും എവിടെ വെച്ചു, അസംബ്ലിയുടെ മേശപ്പുറത്ത് വെച്ചു. ആർക്കൈവിലുണ്ട് ഇപ്പോൾ. അപ്പം അസംബ്ലിയുടെ ആർക്കൈവിൽ അതുണ്ട്, പുറത്ത് ഈ 3-4 പുസ്തകങ്ങളും രേഖകളുമുണ്ട്. ഈ ഫാമിലിക്കാരെല്ലാം ജീവിച്ചിരിപ്പുണ്ട്. ശശിഭൂഷൺ സാർ ഇവിടെ ഉണ്ട്. ഇത് സംഭവിച്ചു. അന്ന് ഇനി ഒരു കഥ പറഞ്ഞെന്ന് വെച്ചാൽ, ഈ ശശിഭൂഷൺ സാറിനെ ഈ ജോൺ വർഗീസിൻ്റെ അടുത്ത് കൊണ്ടുപോയതും ജോൺ വർഗീസ് സംസാരിച്ചതും അന്നത്തെ ക്രിസ്ത്യാനികൾ, ഇനി EMSൻ്റെ കാലത്ത് വേറൊരു കളിയും കൂടെ അന്ന് നടന്നായിരുന്നു, എം എൻ ഗോവിന്ദൻ നായർ കളി. അതായത് വിമോചന സമരം നടന്നു 57 വിദ്യാഭ്യാസ ബില്ലിനെതിരെ. വിമോചന സമരം നടന്നപ്പോൾ ക്രിസ്ത്യാനികളോട് പറഞ്ഞു ഞങ്ങൾ റിപ്പോർട്ട് പുറത്തുവിടും. പുറത്തുവിട്ടാൽ അവർക്ക് കുടുങ്ങുമല്ലോ. അപ്പോൾ ക്രിസ്ത്യാനികൾ പറഞ്ഞു പുറത്ത് വിടണം. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനികളെയും കൂടി ഇതിനകത്ത് വന്ദിക്കണം, അവരെയും നമിക്കണം. ക്രിസ്ത്യാനികൾ പറഞ്ഞു പുറത്ത് വിട്ടോളൂ. കാരണം ആരാണ് അയ്യപ്പൻ്റെ ക്ഷേത്രം കത്തിച്ചെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം. അതിൽ ക്രിസ്ത്യാനിക്കൊന്നും പങ്കൊന്നുമില്ല. ഏത് ക്രിസ്ത്യാനിക്കാരും, കരിമ്പിനാൽ കുടുംബമോ ഏത് 6 കുടുംബമോ 8 കുടുംബം ആരവിടെ പോയി വായാട്ടിന് കത്തിച്ചെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം എന്ന് ക്രിസ്ത്യാനികൾ നിലപാടെടുത്തു. ജോൺ വർഗീസിനെ കാണാൻ ശശിഭൂഷൺ സാറിനെ കൊണ്ടുപോയത് ഒരു ക്രിസ്ത്യാനിയാണ്. അന്നും ഇന്നും ക്രിസ്ത്യാനികൾ ഒരു നിലപാടെടുത്തിട്ടുണ്ട്, ഈ കേസ് പുറത്ത് വരണം. പക്ഷേ ഹിന്ദു ക്ഷയിച്ച് നിൽക്കുന്നത് കൊണ്ടോ, വിഘടിച്ച് നിൽക്കുന്നത് കൊണ്ടോ, സംഘബലമില്ലാത്തത് കൊണ്ടോ, എന്തുകൊണ്ടാണെന്നറിയില്ല, ഇപ്പോഴും ആ റിപ്പോർട്ട് അംഗീകരിച്ചോ എന്നും നമുക്കറിയത്തില്ല, ആ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞോ എന്നും അറിയത്തില്ല. 50 അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും നമ്മൾ പറയുന്നത്, CBI അന്വേഷിക്കുകയാണെങ്കിൽ സമഗ്രമായി അതും അന്വേഷിക്കണം. ഇതൊക്കെ ഒന്ന് സമഗ്രമായി അന്വേഷിക്കട്ടെന്നേ. ഞാനൊരു ചാനലിൽ പറഞ്ഞ പോലെ, ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ അച്ഛനെ ആരെങ്കിലും വെട്ടിക്കൊന്നു, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അച്ഛൻ മരിച്ചു, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അച്ഛനെ വെട്ടിക്കൊന്നതാണെന്ന്. ഞാൻ ഇപ്പോൾ വലുതായി, കാശൊക്കെ ആയി, ഞാൻ പറയുന്നു എനിക്കത് അറിയണമെന്ന് പറഞ്ഞാൽ തെറ്റെന്താണ്? അന്ന് ചിലപ്പോൾ സംഘടിച്ചും വിഘടിച്ചും ഒക്കെ നിന്നായിരിക്കും. പക്ഷേ ഇപ്പോൾ കാലം മാറിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ശബരിമലയിലെ തീവെപ്പിൽ ഒരുപാട് നിഗൂഢതകളുണ്ട്. ആ നിഗൂഢതകൾ മാറ്റാൻ ഭരണകൂടങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ഈ നാട്ടിലെ കോടതികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഹിന്ദു സമൂഹത്തോട് പറയാനുള്ളത്, ഒരു വിവാദവും വേണ്ട, ഒരു ക്രിസ്ത്യാനികളും ഇതിനെതിരുമല്ല, യുക്തിവാദികളും എതിരല്ല. അവിടെ നടന്ന കൊള്ള 1950 നടന്ന കൊള്ള 2075 വർഷമായി ശബരിമലയെ കൈകാര്യം ചെയ്യുന്ന രീതി, തീവെപ്പായാലും കൊള്ളയായാലും സമഗ്രമായി അന്വേഷിക്കണം.